Just good morning. Morning, sir. Yes, Sanila, good morning. Safira, good morning. Good morning, sir. Oh, Soumya, good morning. Okay, very fine, Safira, and you? I think that she is in the hospital. Oh, very good, very good. Ashwini, good morning. Yes. Okay, let us start. Okay. Okay, Soumya, let us start. അപ്പൊ ചിലപ്പോ ഇനി നമ്മള് ഒരു ക്ലാസ് കൂടി കണ്ടെന്ന് വരാം അല്ലെ? അതോടുകൂടി we are going to leave. Okay. Yes. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ ആസ് എന്ന് പറയുന്നതിന് ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു, ദോ എന്ന് പറയുന്നതിന് ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു. ശരിയല്ലേ? ദോ ആൻഡ് ആസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. PG ഇംഗ്ലീഷ് ഇല്ല, നോ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഓൺലി ഫോർ ഡിപ്ലോമ. യെസ്. അപ്പോ ഓക്കെ, യെസ്. അപ്പോ അതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദോ എന്നുള്ളതിന്റെ ഉപയോഗം, യൂസ് ഓഫ് ദോ ആൻഡ് യൂസ് ഓഫ് ആസ് എന്ന നിലക്ക്, പോലെ, കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കിയാണ്. അപ്പൊ നമ്മൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അല്ല റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റിലേക്ക്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്, സിമ്പിൾ ഫ്യൂച്ചർ കണ്ടീഷൻ ഫോമിലേക്ക്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി അതിൽ അവശേഷിക്കുന്ന ഒന്നിരണ്ടെണ്ണം കൂടി ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ആര്യ വേണുഗോപാൽ. Yes, sir. Okay, Arya, how are you, Arya? I am fine. Okay, very good, very good. അപ്പൊ ഞാൻ ആര്യോട് ചോദിക്കുന്നു, ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാല് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ കാര്യം നമ്മളോട് ആരോടെങ്കിലും ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് വുഡ് യു പ്ലീസ്. വുഡ് യു പ്ലീസ്, വുഡ് യു പ്ലീസ്, വുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെയ്യാമോ. വുഡ് യു പ്ലീസ് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത് ആ കാര്യം ഒന്ന് ചെയ്യാമോ. ഓക്കെ, വുഡ് യു ഓപ്പൺ ദ ഡോർ, ആ ഡോർ ഒന്ന് തുറക്കാമാണ്. വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ, ദയവായി ആ ഡോർ ഒന്ന് തുറക്കാമോ, ഓപ്പൺ. അപ്പൊ വുഡ് യു എന്ന് പറയുന്ന വേർഡ്, വുഡ് യു പ്ലീസ് എന്ന് പറയുന്ന വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പൊളൈറ്റ് റിക്വസ്റ്റ്. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ പറയാൻ വേണ്ടിയിട്ടാണ് വുഡ് യു പ്ലീസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. വുഡ്
you please. Okay, അപ്പൊ ആര്യ രണ്ട് വാചകം would you please വെച്ച് പറഞ്ഞ് ഓരോരുത്തരും മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ട് would you please. Would you please send me the document? Would you please send me the documents? Correct ആണ്. Would you please ദയവായിട്ട് ആ ഡോക്യുമെന്റ്സ് എനിക്കൊന്ന് അയക്കാമോ? കറക്റ്റ് ആണ്. പിന്നെ വേറെ Would you please tell me the phone number? Would you please tell me the phone number? Correct. Would you please tell me the phone number? Correct. Would you please welcome? Would you please welcome me? Yes. Agudalliyo. Would you please welcome me? Yes. Okay, okay. Idea. Very good, very good, very good. Soumya. Would you please വരുന്ന ഒന്നിട്ട് വാചകം പറഞ്ഞേ. Would you please? Would you please show your eyes? Would you please close your eyes? Yes. Show. Show കാണിച്ചു തരുമോ എന്നുള്ളത്. Okay. Yes. അത് okay. Open your eyes എന്ന് പറയാം. Close your eyes എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ മതി. Okay. Okay. അത് പറഞ്ഞത്. Correct നമുക്കൊരു മലയാളം വീഡിയോ ഇംഗ്ലീഷ് കിട്ടില്ല. Okay. വേറെ ഒന്നും. Could you please talk to your doctor? Yes. Could you please talk to your doctor? Okay. സൗമ്യ ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യാണ്. ഒരാള് ലേഡിയെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന സൗമ്യക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. Would you please give me a seat? Give me a seat എന്നുള്ളത് ഒന്ന് നീങ്ങിയിരിക്കാമോ എന്നുള്ളതിനെ ഒരു വാക്ക് ഉപയോഗിക്കും, ചെറുതാക്കുന്നത്. Would you please അനങ്ങുക. ഇംഗ്ലീഷിലാണ് എം വെച്ചൊരു വാക്കില്ലേ? യെസ്. ആർക്കെങ്കിലും സഹായിച്ചു കൊടുക്കുന്നു സൗമ്യന? എം വെച്ച് വരുന്നത് would you please Move ആണോ? Move. Okay, Raggy. Very good. Move. Right. Okay. Please move. മതി. ഒന്ന് നീങ്ങാമോ? അല്ലെങ്കിൽ വേണമെങ്കിൽ അതൊന്ന് മൂടി ഭംഗിയാക്കും. Would you please move a bit? A bit എന്ന് അല്പം. A bit എന്ന് പറയാറില്ല. കഷ്ണം. Would you please move a bit? അല്പം ഒന്ന് നീങ്ങാമോ? Very good. Okay. Yes, Raggy പറയാം. ഉദാഹരണം. Would you please send me your email ID? Would you please continue your email ID? Okay. അവിടെ ഒരു കല്ല് കടിച്ചു വേറെ എന്താണ് പറയാൻ പോയത് അല്ലേ? Would you please അങ്ങനെ പറയുമ്പോ കിട്ടുന്നില്ല. അതെ. യെസ്. വാതിൽ നടക്കൂ എന്ന് പറയുന്നു. ഡോർ നടക്കൂ. Would you please close the door? Close the door എന്ന് പറയാം. അല്ലെങ്കിൽ would you please bolt the door എന്ന് പറയാം. Bolt ചെയ്യാന്ന് പറഞ്ഞാൽ അടക്കാൻ നടത്തുന്നു. Would you please bolt the door? Okay. Yes. ഇനി ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഷട്ടർ ഒന്ന് പൊക്കാൻ പറയാൻ വേണമെങ്കിൽ അറ്റത്തിരുന്ന ആളോട് എന്റെ ഷട്ടർ ഒന്ന് പൊക്കാൻ പറയാം. എങ്ങനെ പറയും? പൊക്കുക, ഉയർത്തുക എന്നുള്ളതിന് ലിഫ്റ്റ് എന്ന് പറയും. യെസ്. Would you please lift the shutter? Would you please lift the shutter? ദയവായിട്ട് ആ ഷട്ടർ ഒന്ന് ഉയർത്താമോ? Would you please lift the shutter? Okay. Very good, Raggy. Jessica. Yes, sir. Would you please repeat the question? Okay, Safira, very good. Would you please make the food? Would you please make the food? Okay. Would you please share the news? Okay. Correct. Would you please come to me? Would you please come to me? Okay. നല്ല ചോദ്യം, നല്ലതാണ്. ഏതായാലും ക്വസ്റ്റ്യൻ പറഞ്ഞു കേട്ടോ സൗമ്യ. Okay. Would you please come to me? Would you please show your hand? Would you please show your hand? Okay. വളരെ റൊമാൻറ്റിക് ആയ കാര്യങ്ങളാണല്ലോ പറയുന്നത്. Yes. Would you please send me the PDF document? Question mark ഇട്ടിട്ടുണ്ട്. Correct ആണ്. Yes. One more. Would you please call her? Would you please call her? Yes. Very good. Okay, Jessica. Very good. അപ്പൊ നമുക്കത് പറയാം. ഇനി ആർക്കെങ്കിലും പറയണം would you please വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ പറയാം. Would you please കഴിഞ്ഞ് കഴിഞ്ഞാല് വെറുതെ ആ പറയുമ്പോൾ പ്രസന്റേഷൻ പറഞ്ഞാൽ മതി. Would you please go? ദയവായിട്ടൊന്ന് പോകാമോ?
Would you please come? ദയവായിട്ട് ഒന്ന് വരാമോ? Would you please use it? ദയവായിട്ട് ഇതൊന്ന് ഉപയോഗിക്കാമോ? Yes. Would you please call me? ദയവായിട്ട് എന്നെ ഒന്ന് വിളിക്കാമോ? അപ്പൊ would you please എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, എപ്പോഴും ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യാമോ, പോകാമോ, വരാമോ, ഒന്ന് ചെയ്യാമോ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നെജ്മ. നെജ്മ നവാസ്. യെസ്, നെജ്മ ഒരു മണി വിളിച്ചു. ആസിഫ് അലി. ആസിഫ് അലി. യെസ്, 1 തൊട്ടാൽ 3 കറക്റ്റ് ആവുന്ന അറിയാം. സരില വി എസ്. ഓക്കെ. സനില ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ ചെന്നൈയില്. യെസ്, നജീബിനെ വിളിച്ചു, കിട്ടിയില്ല. ആസിഫിനെ വിളിച്ചു, കിട്ടിയില്ല. 3 റെഡിയാവുമെന്ന് പറഞ്ഞിട്ട്. യെസ്, ഓക്കെ. അപ്പൊ സനില, നമ്മളിപ്പോ ഇവിടെ കാര്യങ്ങളല്ലേ പറയണത്, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മളിവിടെ കുട്ടിയും കഴിഞ്ഞിട്ട് ഒരു പ്ലീസ് ചെയ്തു. എല്ലാത്തിനും കുട്ടിയോ അത് കഴിഞ്ഞ് പ്ലീസ് ചെയ്തു. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വുഡ് യു എന്നുള്ളതിന് പകരം അവിടെ സബ്ജക്റ്റ് വരാം. ഒരു സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ചേർക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെങ്കിലും പേര്, ഒരു വസ്തുവിന്റെയോ ഒരു സംഗതിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു പേര് എന്ന് പറയുന്ന സംഗതി കൊടുത്തിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ അത് കഴിഞ്ഞ് പ്ലീസ് ചേർക്കാം. വുഡ് യുനും കൂടാതെയും സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലീസ് ചേർക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സനില പോയ ഓക്കെ. സനിലോട് വേണം, കേട്ടാ മതി. കേട്ടിട്ട് ഞാൻ വിളിക്കാം. സനിലിനോട് വേണമെങ്കിൽ ഒരാളോട് വേണമെന്നുണ്ടെങ്കിൽ പേര് ചോദിക്കും. അപ്പൊ പേര് ചോദിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ചോദിക്കും, വുഡ് യു പ്ലീസ് ടെൽ യുവർ നെയിം. നമ്മളിപ്പോ പഠിച്ച രീതിയിലാണെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ യുവർ നെയിം. അപ്പൊ വുഡ് യു കഴിഞ്ഞ് പ്ലീസും കഴിഞ്ഞ് ആണ് പറഞ്ഞത് വുഡ് യു പ്ലീസ്. ആ വുഡ് യു എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ വേറൊരു വാക്യം എടുക്കുന്നു. യുവർ നെയിം പ്ലീസ്. യുവർ നെയിം, നിങ്ങളുടെ പേര്, പ്ലീസ്. യുവർ നെയിം പ്ലീസ്. അപ്പൊ വുഡ് യു എന്നുള്ളതിന് പകരം അവിടെ നമുക്ക് ഒരു നൗൺ കൊടുക്കാൻ, ഒരു സബ്ജക്റ്റ് കൊടുക്കാൻ, അങ്ങനെയും നമുക്ക് അതിന് പറയാം. യുവർ നെയിം പ്ലീസ്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കാര്യം പറയാം. വേറെ ആളോട് നമ്മൾ ചോദിക്കുന്നത് യുവർ റൂം നമ്പർ പ്ലീസ്. നിങ്ങളുടെ റൂം നമ്പർ എത്രയാണ്? യുവർ മൊബൈൽ നമ്പർ പ്ലീസ്. അപ്പൊ വുഡ് യു പ്ലീസ് ടെൽ യുവർ മൊബൈൽ നമ്പർ എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ആ വുഡ് യു എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ യുവർ മൊബൈൽ നമ്പർ പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇനി സനില പറയേണ്ടത് വുഡ് യു വേണ്ട. വുഡ് യു നമ്മളിപ്പോ കുറച്ച് പേര് പറഞ്ഞ് നമുക്ക് കഴിയും. ഇനി നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലോട്ട് കിടക്കും. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലീസ് വരുന്ന 1-2 വാചകങ്ങൾ പറയാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, യുവർ നെയിം പ്ലീസ്, യുവർ മൊബൈൽ നമ്പർ പ്ലീസ്, യുവർ റൂം നമ്പർ പ്ലീസ്. കേട്ടോ, വുഡ് വേണ്ട, സബ്ജക്റ്റ് പിന്നെ പ്ലീസ് എന്ന് പറഞ്ഞു നോക്കി. Sanila. Your job, please. Yes. Okay. Job, please. Sanila, are you married? Yes, I'm married. Okay. Your husband's name, please. No? Your husband's name, please. Your husband's name, please. Correct. ഞാൻ വേറെ കാര്യങ്ങൾ പറയാൻ പോയത്, ഭർത്താവിനോട് പറയുന്നത് ഒരു 500 രൂപ വേണം. ഒന്ന് പറഞ്ഞു. 500 രൂപ വേണം. Can you give me? Subject plus please. ചെറുതാക്ക്. ഓക്കെ കൃഷ്ണ. സബ്ജക്റ്റ് വിഷയം പറയും. എന്താണ് വേണ്ടത്?
500 Ah. rupees, please. അത്രയും മതി. 500 rupees please. ഇത്രയും മതി. അത് ഇംഗ്ലീഷിലൊരു യൂസേജ് ആണ്. സബ്ജക്ട് പറയുന്നു, പിന്നെ പ്ലീസ് പറയുന്നു. 500 rupees please. അപ്പൊ പുള്ളിക്ക് മനസ്സിലാവും എനിക്ക് ചോദിച്ചു. യെസ്, 500 rupees please. ഓക്കെ, അതുപോലെ പറ്റില്ല. യെസ്. ഓക്കെ, സനില ആലോചിച്ചോളൂ. സനിലിനോട് ആദ്യം ചോദിച്ചിട്ട് സനിലിന് ഒരേ സമയം ആലോചിക്കുകയും വേണം. അപ്പോൾ പറഞ്ഞോളൂ സനില. Switch on the light, please. സ്വിച്ച് ഓൺ എന്ന് പറയുമ്പോൾ വെർബായിരിക്കും. സ്വിച്ച് ഓൺ വെർബ്, ഓൺ ആക്കുക. വെർബ് പേരായിരിക്കും. യെസ്, പേര് അങ്ങനെ വേണം. യുവർ പ്ലേസ് പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് കറക്റ്റ് ആണ്. യുവർ പ്ലേസ് പ്ലീസ്. യുവർ ID card പ്ലീസ്, കറക്റ്റ് ആണ്. സഫീറ, യുവർ ID card പ്ലീസ്, കറക്റ്റ് ആണ്. ചെറിയ ആലോചിച്ചോട്ടെ. യുവർ ID card പ്ലീസ്. യെസ്. Your key, please. ഓക്കെ, ഒന്നും പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. Key. Your key, please. കീ പ്ലീസ്. യുവർ കീ പ്ലീസ്, കറക്റ്റ് ആണ്. യുവർ കീ, നിങ്ങളുടെ താക്കോൽ. വെറുപ്പൊന്നുമില്ല. യുവർ കൃഷ്ണ, അത് നേറ്റീവ് ആണ്. യുവർ നേറ്റീവ് പ്ലേസ് പ്ലീസ്, ജന്മസ്ഥലം. ഓക്കെ ഓക്കെ. ശരീര, യു തിങ്ക്, ഒന്നുകൂടെ ആലോചിച്ചോളൂ. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഇത്തിരി പഞ്ചസാര കുറവാണ്. അല്പം യുവർ വർക്കിംഗ് പ്ലേസ് പ്ലീസ്. ഓക്കെ സൗമ്യ, ഓഫീസ് പ്ലേസ്. ഷുഗർ പ്ലീസ്. അത്രയും മതി. പ്ലീസ് ഗിവ് മീ സം ഷുഗർ. വുഡ് യു പ്ലീസ് ഗിവ് മീ സം. അത് വേണ്ട, നമുക്ക് അതുകൂടെ ഒന്നുകൂടി ചുരുക്കാം. അങ്ങനെ പറയാം, പക്ഷെ ചുരുക്കി പറയുമ്പോൾ നമുക്ക് ഈ ഒരു യൂസേജ് കൂടി സബ്ജക്ട് കഴിഞ്ഞിട്ട് പ്ലീസ്, ഷുഗർ പ്ലീസ്. ഓക്കെ, ഷുഗർ പ്ലീസ്. ഇനി സൗമ്യ, അത് ഒന്നുകൂടി ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, എ ബിറ്റ് ഓഫ് ഷുഗർ. ഒരു പഞ്ചസാരയുടെ തരി കൂടി. ഒരു തരിയില്ല, നമുക്ക് പറയുമ്പോൾ അങ്ങനെ പറയും. ഷുഗർ പ്ലീസ് എന്ന് പറഞ്ഞാൽ മതി. ഷുഗർ പ്ലീസ്, എ ബിറ്റ് ഓഫ് ഷുഗർ പ്ലീസ്. യെസ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ കുറച്ച് ഗസ്റ്റ് വന്നു. ഗസ്റ്റുകൾക്ക് നിങ്ങൾ ഇങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം? എനിത്തിങ് മോർ പ്ലീസ്. നേരത്തെ വിളമ്പി പോയ എന്തെങ്കിലും കറികൾ വീണ്ടും ആവശ്യപ്പെട്ടെങ്കിൽ ചോദിക്കാമല്ലോ. യെസ്. അപ്പൊ നേരത്തെ വിളമ്പി ഏതെങ്കിലും ഡിഷ് വീണ്ടും വേണമെങ്കിൽ ചോദിക്കാം, എനിത്തിങ് മോർ പ്ലീസ്. എനിത്തിങ് മോർ പ്ലീസ്. അപ്പൊ എ ബിറ്റ് ഓഫ് ഷുഗർ പ്ലീസ്, എനിത്തിങ് മോർ പ്ലീസ്. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്നിരിക്കുന്നു. നിങ്ങൾക്ക് അവിടെ അമിതമായ സ്വാതന്ത്ര്യമുള്ള വീടാണ്. അപ്പൊ ചെന്നപ്പോ തന്നെ അവിടുത്തെ ആ അമ്മയോട് പറയുന്നു, അമ്മേ ഒരു ചായ. അമ്മേന്നുള്ള ഒഴിവാക്കും, ചായ. നിങ്ങൾക്ക് അത്രയും സ്വാതന്ത്ര്യമുള്ള വീടാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയും, ഒരു ചായ. 80 പ്ലീസ്. പ്ലീസ്, ഒരു ചായ. യെസ്. അല്ലെങ്കിൽ 80 പ്ലീസ്, പ്ലീസ് ഗിവ് മീ 80. അതെങ്ങനെ പറയാം? അത് നമുക്ക് ഒത്തിരി ചെറുത്. അപ്പൊ അതിനകത്ത് 5 വേർഡ് വന്നു. മറ്റേ നമുക്ക് 2-3 വേർഡായി. 80 പ്ലീസ്, ടീ പ്ലീസ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ത്യാഗരാജൻ, ത്യാഗരാജൻ. യെസ്, ത്യാഗരാജന് കിട്ടിയില്ല. കൃഷ്ണ രാജേഷ്. ഓക്കെ 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 ഓക്കെ. എ കപ്പ് ഓഫ് ടീ പ്ലീസ്. ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. ഓക്കെ 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 ഓക്കെ. കൃഷ്ണ രാജേഷ്. യെസ്. സൂര്യ സുരേന്ദ്രൻ. Hello. Good morning, sir. യെസ്. അപ്പൊ നമ്മളിവിടെ വുഡ് യു പ്ലീസ് പറഞ്ഞു, പിന്നെ സബ്ജക്റ്റ് പ്ലീസ് ഉപയോഗിച്ചു. ഇനി ഞാൻ സൂര്യനോട് വേറൊരു കാര്യം പറയും. അപ്പൊ സൂര്യ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി, സ്ഥിരംകുള ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് ഒരു അഡീഷണൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോകുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ എന്തെയ്യാ. അപ്പൊ അവിടെ കണ്ട ഒരാളോട് എവിടെയാണ് ഹോസ്പിറ്റൽ എന്ന്
ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാം. Could you please tell me hospital? Where is hospital? വേർ ഈസ് ഹോസ്പിറ്റൽ. അത് കറക്റ്റ് ആണ്. പക്ഷെ കറക്റ്റ് ആണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ആ ഈസ് ഇല്ലേ, അതൊന്ന് അവസാനമായിട്ട് പറഞ്ഞു. Could you please tell me where the hospital is? അതാണ് സ്റ്റൈല്. Where is the hospital? Where the hospital is. Okay. Correct. Very good. Very good. Would you please tell me where the hospital is? Would you please tell me where the state is? എവിടെയാണ് വെസ്റ്റേൺ? Would you please tell me? സ്ഥലമാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം? വേറെ ചേർക്കണം. WER പേരല്ല, WH. ഓക്കെ സൂര്യ, അങ്ങനെ പറഞ്ഞിട്ട് വാർത്തകൾ എന്തെങ്കിലും പറഞ്ഞു. Please tell me where the hospital is. Okay, Krishna. Okay. Could you please tell me where the cafeteria? Where the cafeteria is? Yes, where the cafeteria is. Correct. Could you please send me your location, please? Could you Yes. please send me location of your house? Yes. അപ്പൊ അതിനകത്ത് വേറെ വന്നില്ല. Could you please tell me where the location? Could you please tell me the location? Could you please? Correct ആണ്. പറഞ്ഞു. Could you please tell me where is the mall? Where the mall is? Where the mall is. നേരത്തെ പറഞ്ഞത് പറയാം. Could you please tell me where your location is? Okay. Could you please tell me where the location is? Could you please tell me where the mall is? Could you please tell me where the juice shop is? Yes, very good. Okay, very good, Surya. Yes, okay. Jishna Prakash. Yes. Okay. Yes. Jessie. Yes, sir. Okay, how are you, Jessna? Fine. Very good. Okay. അപ്പൊ ഇപ്പൊ നമ്മുടെ നേരത്തെ സൂര്യ പറഞ്ഞ ആ രീതിയിലുള്ള വാചകം ഒന്ന് പറഞ്ഞേ. Would you please tell me where the location is? Where the location is. Would you please tell me where the location is? Correct. Would you please tell me where the shop is? Where the shop is. Would you please tell me where the shop is? Okay, correct. Would you please tell me where the home is? Where the home is. House. Where your home is. Okay, where your house is. Okay. Yes. Would you please tell me where the school is? Where the school is. Okay, Jessica. Just ഓരോരോ സാധനങ്ങളെങ്കിലും നോക്കി വെച്ചിരിക്കണം. Yes, okay, Jessica. Very good. Okay. രാഖി രാമചന്ദ്രൻ. രാഖി. Yes. ഒരു വിചാരിക്കാം. സഫീറ. Yes. ഷഫീറയെ വരുമെന്ന് വിചാരിക്കാം. ഷെൽവി. Okay, ഷഫീറ. No problem. Okay. കേൾക്കുന്നുണ്ടല്ലോ. Very good. Yes, very good. അഭിമന്യു. Yes. ജിജിമോൾ. Yes. Okay. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ആര്യനെ തന്നെ വിളിക്കാം. വീണ്ടും ആര്യനോട്ട് തന്നെ വരാം. ആര്യ.
Okay. Diagram പറയുന്നത് would you tell me where ATM is? Okay, Arya Venugopal. Arya? Yes, sir. Okay. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എവിടെയാണെന്ന് ചോദിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പേര് പറയുന്നത് would you വെച്ച് പറഞ്ഞു, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പ്ലീസ് എന്ന് പറഞ്ഞു, പിന്നെ where is എന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചോദിക്കാൻ പോകുന്നത് സമയമാണ്. എന്താണ്? സമയമാണ്. യെസ്. ആര്യ ഇപ്പൊ ആര്യയുടെ നാട് എവിടെയാണ്? നെല്ലാപ്പാറ. കോട്ടയം. ഓക്കെ. അപ്പോ അത് തന്നെയാണ് ഒരു KSRTC സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ആര്യ KSRTയിലെ എൻക്വയറി ഓഫീസറോട് ചോദിക്കുന്നത് ഇതാണ്: കോട്ടയത്തേക്കുള്ള അടുത്ത ബസ് എത്ര മണിക്കാണ്? അല്ലെങ്കിൽ കോട്ടയത്തേക്കുള്ള അടുത്ത ബസ് എത്ര മണിക്കാണെന്ന് എന്നോട് പറയാമോ? കോട്ടയത്തേക്കുള്ള അടുത്ത ബസ് എത്ര മണിക്കാണെന്ന് പറയാമോ? എത്ര മണി എന്നുള്ളത് നമുക്കൊന്ന് പറയാം. വാട്ട് ടൈം ഉപയോഗിച്ചു? യെസ്, പറഞ്ഞോളൂ. ആര്യ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, നമുക്ക് കറക്റ്റ് ചെയ്യാം. പകുതി വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. Would you please tell me? Would you please tell me? ദയവായിട്ട് എന്നോട് പറയാമോ? ബാക്കി പറഞ്ഞാൽ മതി. ബാക്കി വേണ്ടത് എന്താണ്? കോട്ടയത്തേക്കുള്ള അടുത്ത ബസ് എത്ര മണിക്കാണ്? അടുത്ത ബസ് എന്നുള്ളതിന് നെക്സ്റ്റ് ബസ് എന്നുള്ളത് ഏത് സമയം എന്നുള്ളത് വാട്ട് ടൈം ചെയ്യാം. യെസ്. When is the next bus to Kottayam? Okay, Krishna. Yes. അപ്പൊ ഇവിടെ നമുക്ക് പറയാം would you okay, നമുക്ക് അത് സൗമ്യ കൊടുക്കാം. സൗമ്യ would you please tell me what time is the next bus to Kottayam? Okay, Sanila, very good. Would you please tell me at what time next bus to Kottayam? Yes. Okay. Correct. Would you please tell me what time is the next bus to Kottayam? Okay. Yes, Soumya. Sir. അപ്പൊ ഈ പറഞ്ഞ പോലെ വാചകം പറഞ്ഞു would you please tell me. മറ്റേതിനകത്ത് ഉപയോഗിച്ചത് പേരാണ്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ട് ടൈം ആണ്. യെസ്, വാട്ട് ടൈം വരുന്നതിന്റെ കുറിച്ച് സംഗതികൾ ചോദിച്ചു. ബസ് എന്നുള്ളത് മാറ്റിക്കോ, ഫ്ലൈറ്റ് ആക്കിക്കോ, ട്രെയിൻ ആക്കിക്കോ. ഇത് കുറച്ച് പാടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു സാർ. ഞാൻ അത്രയും ശ്രദ്ധിച്ചു. അപ്പൊ ആ ടൈം ചോദിക്കുമ്പോഴേ എപ്പോഴെന്നുള്ളതിന് വെന്നല്ല യൂസ് ചെയ്യാന്നൊരു ഡൗട്ട് തോന്നി. അപ്പൊ അങ്ങനെ ഞാൻ അതിൽ നിൽക്കുകയാണ്. ഇത് പാടൊന്നുമില്ല, ഇത് നമ്മളങ്ങനെ ചിന്തിച്ചിട്ടാണ്. ഇത് എപ്പോഴെങ്കിലും നമുക്ക് ഇത് വേണ്ടി വരുമല്ലോ, കാരണം എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ. യെസ്, ഓക്കെ സൗമ്യ ആലോചിച്ചോളൂ. ജസ്റ്റ് now. Yes, would you please tell me at what time next train reaches the platform number 2? Okay, Surya. Yes, platform number 1. Yes. സൗദിയിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റ് എത്ര മണിക്കാണ്? Would you please tell me what time is the next flight to Saudi? Yes. അപ്പൊ നമ്മൾ മറക്കാതിരിക്കുക, സംഭവം കാരണമൊന്നുമല്ല, ഇതാണ് സംഗതി. അതായത് ഏത് വാട്ട് ടൈം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പറയുക, വുഡ് യു പ്ലീസ് പറയുക. വുഡ് യു എന്നുള്ള സാധനം ഉപയോഗിക്കാതെ പ്ലീസ്, വുഡ് യു പ്ലീസ് ടെൽ മി അറ്റ് വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു സൗദി. ഓക്കെ സൂര്യ. യെസ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ആരോട് തന്നെ ചോദിക്കാം? സൂര്യ. Yes, sir.
ഓക്കെ, അപ്പൊ സൂര്യോടാണ് ചോദിക്കുന്നത്. Hello. ഓക്കെ, ഹലോ. യെസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ എവിടെയാണ് സ്ഥലം, എവിടെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ തീയതി ചോദിക്കാം, ദിവസവും ചോദിക്കാം. തീയതി ചോദിക്കാം, ദിവസവും ചോദിക്കാം. യെസ്, ഇപ്പൊ 1-2 ദിവസത്തിന്റെ സൂര്യ ക്ലാസ് വന്നില്ല. അപ്പോ ആര്യനോട് ചോദിക്കുകയാണ്, ദയവായിട്ട് പരീക്ഷയുടെ തീയതി എന്താണെന്ന് എന്നോടൊന്ന് പറയാമോ? Would you please tell me which day is our exam? Which day is our exam? Okay, okay, okay. ആ ഡേ എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഡേറ്റ് കൂടി കൊടുക്കാം. വേണമെങ്കിൽ ഡേ മാറ്റിയിട്ട് ഡേറ്റ്. അപ്പൊ അതൊന്ന് പറഞ്ഞേ. Would you please tell me which date is our exams? Which Exam day- will start. Exam or examination. Yes. അത് പറയാം. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും പറയാം. Would you please tell me what day, ഏത് ദിവസമാണ് is the examination? Would you please tell me what day And what is the examination? is our examination? Examination. അത് What വേറെ day? what വെച്ച് വേറെ ഒരു പറയാം. Would you please tell me? Would you please tell me what day is the next interview? Yes, what day വരാം, what date വേണമെങ്കിൽ ചോദിക്കാം. Day വരാം, date ചോദിക്കാം. What date? Okay. പറഞ്ഞ വേറൊരു കാര്യം ചോദിച്ചു. Would you please tell me what date and time? No. Would you please tell me what date and time of our next Just interview? interview. Okay, okay, okay. Would you please tell me what date is the interview? What interview and examination? Okay, 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 okay. ഇനി വേറെ സ്വന്തമായിട്ട് ഒന്നും പറഞ്ഞു നോക്കി. Would you please tell me? Would you please tell me what time you will arrive in our house? Okay, okay. Very good, very good, very good. Yes. അപ്പോൾ ഇപ്പോൾ DT അല്ലേ? Would you please Yes, tell തീയതി me? Yes, sir. അപ്പോൾ കൃഷ്ണ എഴുതുന്നു, would you please tell me what date is joining your new job? Okay, okay, okay. Correct. പറഞ്ഞോളൂ ശരിയാ? Would you please tell me what matter ഇടുന്നില്ല sir. Okay, okay. Would you please tell me what time will the bank open? What time will the bank open? Yes, yes, yes. Okay, okay, okay. But structure പിടികിട്ടിയാലോ? Okay, very good, very good, very good. Sanila. Sir. Okay, 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 okay. Yes. അപ്പൊ സനില എന്നോട് അടുത്തൊരു ചോദ്യം ചോദിക്കും. നമ്മൾ നേരത്തെ പ്ലീസ് ഒക്കെ പറഞ്ഞു, ദയവായി. അപ്പൊ അങ്ങനെ കാല് പിടിക്കാനൊന്നും പോകണ്ട. പ്ലീസ് കം എന്നൊന്നും പറയില്ല. പ്ലീസ് കം ദയവായിട്ട് വരൂ എന്നൊന്നും പറയാനില്ല. കാല് പിടിക്കാനില്ല, എന്നാലും വിളിക്കാൻ വേണം. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം, വിരോധമില്ലെങ്കിൽ വരിക. ആ ഒരു സ്റ്റൈലിൽ പറയുന്നത്. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് ചെയ്യുമെന്ന് പറയില്ലേ? യെസ്. അപ്പൊ നമുക്ക് അങ്ങനെ വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? വിരോധമില്ലെങ്കിൽ ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ? ഇംഗ്ലീഷ് പറഞ്ഞ് വിരോധമില്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയും. നോ മെൻഷൻ എന്ന് പറയുമ്പോണ്ട് അത് നമ്മള് അതിന്റെ ആവശ്യമില്ല എന്ന് പറയില്ലേ? ആ രീതിയിലാണ്. വുഡ് യു മൈൻഡ് എന്ന് പറയുമ്പോ ശരിയായി. വിരോധമില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വന്നു. ഇല്ലെങ്കിൽ അത് ഇഫ് യു ക്യാൻ പ്ലീസ് ഹെൽപ്പ് മീ. സൂര്യ ഒന്നുകൂടി എഡിറ്റ് ചെയ്യും. സൂര്യ വിരോധമില്ലെങ്കിൽ എന്ന് നമുക്ക് പറയുന്നതിന് ഉപയോഗിക്കുന്ന പേര് സനില. ഇഫ് യു ഡോണ്ട് മൈൻഡ്, താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ അല്ല, ആ വേർഡ് മറക്കരുത്. ഇഫ് യു ഡോണ്ട്, DON apostrophe T. If you don't mind. ഓക്കെ കൃഷ്ണ, അത് പറഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പറയാൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിരോധമില്ലെങ്കിൽ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ സൂര്യ, വെരി ഗുഡ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. അതാണ് കറക്റ്റ്. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നൊന്ന് സഹായിക്കും.
വിരോധമുണ്ടെങ്കിൽ സനില if you don't mind, please open the door. വെരി ഗുഡ്. താങ്കൾക്ക് വിരോധം വാഹനം തുറക്കും. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പ്ലീസ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്താൽ മതിയില്ല. ദയവായിട്ട് വാഹനം തുറന്നാലും അതല്ലാതെ പ്ലീസ് ഒക്കെ ചേർക്കുന്നതിലേക്ക് കുറച്ചും കൂടി കട്ടിയാണ് പറഞ്ഞത് വിചാരിക്കുക. ഓക്കെ സനില കണ്ടിന്യൂ. If you don't mind, come on time. Come on time. Oh, very good. Okay. വിരോധമില്ലെങ്കിൽ കൃത്യസമയത്ത് വരിക. വെരി ഗുഡ്. യെസ്. അടുത്തത്. If you don't mind, share your book. Okay, if you don't mind, share your book. Yes. If you don't mind, give a copy. Yes, Krishna. If you don't mind, please give your pen. Okay, Surya, correct. Yes. Okay. Sanila, correct. Yes. ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും അവതരിപ്പിക്കണം. നമ്മൾ ഇവിടെ പറഞ്ഞതാണ് if you don't mind, please open the door. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നുള്ളത് അച്ഛനെ പറയാൻ നമ്മൾ പറയാം. എന്നിട്ട് ആ പ്ലീസിന് പകരം നമ്മൾ ഏറ്റവും ആദ്യം പറയില്ല, ഇപ്പോ വുഡ് യു പ്ലീസ് അങ്ങനെ ചോദിക്കും. വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഇഫ് യു ഡോണ്ട് മൈൻഡ് വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ അങ്ങനെയും പറയും. നേരത്തെ നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇങ്ങനെയും അത് പറയാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് വുഡ് യു പ്ലീസ് ഉണ്ടാവും. വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഇഫ് യു ഡോണ്ട് മൈൻഡ് would you please take this chapati? ഇഷ്ടമുള്ള നമുക്ക് പറയാം. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് അടുത്തത് ആരാണ്? രാഗി. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് സൂര്യനോട്ട് തന്നെ വരാം. സൗമ്യ. യെസ്. ഓക്കെ. യെസ്. ഓക്കെ സഫീറ. യെസ്. അപ്പൊ സൗമ്യ. യെസ്. ആരെയും വിളിച്ചിട്ട് കിട്ടാതെ. ഹലോ സർ. ഓക്കെ. സൂര്യ പറയും. അപ്പൊ സൂര്യ ഒരു കാര്യം ചെയ്യുന്നത് പറയും. What do you say? Okay. Are you okay? ഹലോ. സർ കേൾക്കുന്നില്ലേ സൂര്യ? ഞാൻ റെഡിയാന്ന് പറയുന്നു. വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് വേണ്ടത് സൂര്യ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലേ, if you don't mind, would you please വെച്ച് ആരംഭിക്കണം. ഓക്കെ ശരിയില്ല? കറക്റ്റ് ആണ്. If you don't mind, would you please solve my problem? Okay. If you don't mind വേണം, would you please വേണം. രണ്ടും കൂടി വെച്ച് പറയാം. If you don't mind, would you please പിന്നെ ഇഷ്ടമുള്ള ചേർത്തും. If you don't mind, would you please give me some food? Okay. If you don't mind, would you please give me some food? If you don't mind, would you please cook today's food? Yes. Okay. Continue. Cook. If you don't mind, please share me your notebook. Okay. If you don't mind, would you please share your notebook? Okay. If you don't mind. Yes. Matt. If you don't mind, would you please give me some time to get ready? Get ready. Okay. If you don't mind, would you please give me your car? Okay, Safira, correct. If you don't mind, would you please give me some money? How about this video? Continue. If you don't mind, would you please give me your pencil?
Okay. Krishna, correct. If you don't mind, could you please tell me where the bank is? Because the bank okay, correct. Yes, okay. Above. If you don't mind, would you please give me your car for 1 day? Yes. Okay, very good. Yes. We will okay there. Okay, Safira, correct. In the number of would you please, if you don't mind, would you please, classroom yes, the conversation yes. Okay, sir. Could you please give me your address? Okay, Surya, correct. Yes. Okay. Now we are ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് ഫീമെയിൽ മെയിൽ പേരുകളാണ്. നിങ്ങൾ അതിന്റെ ഫീമെയിൽ പറയും കേട്ടോ. സർ, ഞാൻ ചോദിച്ചാണെങ്കിൽ പറയണേ സർ. സാർ എന്ന് പറഞ്ഞതിന്റെ ഫീമെയിൽ എന്താണ്? ഓക്കെ. അപ്പൊ അതാണ് വിട്ടേര്. അത് കഴിഞ്ഞതിന് ശേഷം നെയിം ഓഫ് ഓട്ടോമൊബൈൽസ് നമ്മൾ ചോദിച്ചാണ്. വാഹനങ്ങളുടെ പേര് മിസ്പ്ലേറ്റ് ചെയ്തിട്ട് ഇല്ല. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ പറയുന്ന വാക്കുകൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഞാൻ പറയുന്ന പേര് ക്യാപിറ്റൽ ലെറ്ററിൽ വിട്ട് എഴുതുക. OTYO ഇത് മിസ്പ്ലേറ്റ് ആണ്. നിങ്ങളിത് കറക്റ്റ് ആക്കുക. അപ്പൊ ഓക്കെ സൂര്യ, ഇതൊരു വാഹനം ഇന്ത്യ പറയുന്നത് മുഴുവൻ ദ നെയിം ഓഫ് ദി ഓട്ടോമൊബൈൽസ്, വാഹനങ്ങളുടെ പേരാണ്. കറക്റ്റ് ആണ് സഫീറ. ടൊയോറ്റ. യെസ്. അടുത്തത് ODRF. സഫീറ കറക്റ്റ്. ത്യാഗരാജൻ, ജസ്ന, ആര്യ, സൂര്യ കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ഫോർഡ് ആണ്. ഫോർഡ്. അടുത്തത് സനീല, സൂര്യ കറക്റ്റ്. NDOHA. ഓക്കെ ത്യാഗരാജന് വണ്ടിയുടെ കാര്യം എക്സ്പെർട്ട് ആണെന്ന് തോന്നുന്നു. ആര്യ, സനില, കൃഷ്ണ ഇസ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് കോൾഡ് സൂര്യ ഹോണ്ട. വെരി ഗുഡ്. അടുത്തത് ഓക്കെ സഫീറ. യെസ്. DASOK.
Okay, Surya, Tyagarajan, correct answer. Jasta, Krishna, Safira, Skoda. Is it? Correct answer. Very good, very good, very good. Aditya. Sanila. Next one. Yes. A. N. N. MDA. I. Yes. SA. NNIS. Okay, Surya. Oh, Surya ko correct. Yes, very good. Surya, Safira, Krishna. Sanila, correct. Yes, sir. It's a correct answer. Next letter. Y, E, N, B, T, L, E. Oh, Tyagarajan, very good, very good, very good. Bentley. Okay, correct. Yes, Tyagarajan. Oh, Surya. Very good, very good, very good. Okay, Krishna. Oh, very good. Very good, very good, very good. Yes. Ini. Yan. ഞാൻ വാക്ക് പറയാം, നിങ്ങൾ അതിനോട് ചേർത്ത് വരുന്ന റൈമിംഗ് വേർഡ്സ് പറയാം. റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് വേർഡ് നിങ്ങൾ ഓരോരുത്തർക്കും ഇപ്പൊ ഡിഫറെന്റ് കിട്ടും. അറിയാലോ റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാലോ, അറിയാം അല്ലേ? റൈമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപോലെ നമുക്ക് തോന്നും, അത് പ്രൊനൗൺസിയേഷൻ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. ഇപ്പൊ മഞ്ച്, മഞ്ച്, ബെഞ്ച് അല്ല, റൈമിംഗ് വേർഡ്സ് ആണ്. രണ്ടിലും അവസാനിക്കുന്ന വരെ മോഡലല്ലേ? അപ്പൊ ആ രീതിയിൽ വരുന്ന റൈമിംഗ് വേർഡ്സ്. അപ്പൊ ഞാനൊരു വേർഡ് പറയുന്നത് ഡ്രൈവ്, DRIV, ഡ്രൈവ്. അതിനോട് മാച്ച് ചെയ്യുന്ന റൈമിംഗ് വേർഡ്സ് പറയാം. എനിക്ക് ഇഷ്ടമുള്ള പറയാം, ഓരോരുത്തർക്കും ഡിഫറെന്റ് കിട്ടും. ഡ്രൈവ് ഏതാണ്ട് VE അവസാനിക്കുന്ന ടൈപ്പ് വരുന്നത്. അതിന്റെ അവസാനം ഓക്കെ, ബ്രൈവ്, ഓക്കെ, ബ്രൈവ് വന്നതാണ്. സ്ട്രൈവ്, സെനില. ഓക്കെ 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 ഓക്കെ. ഞാനൊന്നും പറയാം, ഡൈവ്, ചാടുക. ഓക്കെ, ബ്രേവ്, ത്യാഗരാജൻ. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, ഷീവ്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ട്രീ. സോറി, ട്രീ. ഞാൻ പറഞ്ഞ അപ്പുറത്തെ മാറിപ്പോയതാണ്. ട്രീയുടെ അതിനോട് സാമ്യം വരാവുന്ന ട്രെയിനിങ് വേർഡ്സ്. ട്രീ, കറക്റ്റ് ആണ് കൃഷ്ണ. ട്രീ കറക്റ്റ് ആണ്. പിന്നെ ഒരാൾ പറഞ്ഞു ട്രീനോട് മാച്ച് ചെയ്ത് വരാവുന്ന ബി. ഓക്കെ സുനില. മൂസിനെ കിട്ടുന്നത് നമ്മളെന്താ പറയും ഇംഗ്ലീഷില്? ഗീ. ഓക്കെ സഫീറ. ഓക്കെ, ത്യാഗരാജൻ. ഈ വാക്കാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത്, ത്യാഗരാജനാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ദാറ്റ് ഈസ് കോൾഡ് ഫ്രീ. ഓക്കെ ഓക്കെ, റൈമിംഗ് വേർഡ്സ് കറക്റ്റ് ആണ്. യെസ്, ഓക്കെ, ഫീ. ഓക്കെ സഫീറ, കറക്റ്റ് ആണ്. അടുത്ത നിങ്ങൾ പറയാം, ഞാൻ പറയുന്ന വേർഡ് ഇതാണ്, പാർട്ട്. PART, പാർട്ട്. റൈമിംഗ് വേർഡ്സ് പറയാം. കാർട്ട്, ആർട്ട്, ചാർട്ട്, സ്മാർട്ട്. ചാർട്ട് വന്നു. യെസ്, ചാർട്ട് വന്നു. സൗമ്യ. യെസ്, സജീലയും ചാർട്ട് തന്നെയാണ്. യെസ്, ഹാർട്ട്. യെസ് സഫീറ. ഡാർട്ട്. ഓക്കെ, ഡാർട്ടാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട്. ഓക്കെ സനീല, ഞാൻ വിചാരിച്ചത് പറഞ്ഞത് സഫീറയാണ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്.
സൗമ്യ ഡാർക്കല്ലേ, പാർട്ടല്ലേ, ഡാർക്ക് എന്ന് പറയുമ്പോ കെ വന്നില്ലേ? യെസ് യെസ്, ഓക്കെ ഓക്കെ. അടുത്തത് നെക്സ്റ്റ് വേർഡ് ലോൺ, LOAN, ലോൺ. ഗോൺ, കറക്റ്റ്. കൃഷ്ണ. ക്ലോൺ, സഫീറ, കറക്റ്റ്. ഡ്രോൺ, സൂര്യ. സ്റ്റോൺ, സൗമ്യ. കൃഷ്ണ, സൂര്യ. ഫ്ലോൺ, സഫീറ. ഞാൻ മനസ്സിൽ വിചാരിച്ചത് ആരും വന്നിട്ട് ആരുടേന്നും വന്നിട്ടുണ്ട്. യെസ്, ഫോൺ. അപ്പൊ ചിലപ്പോ ഒരുവായിരിക്കും. ജസ്ന, സൗമ്യ. എലോൺ, ലോൺ, സനില, ത്യാഗരാജൻ. ക്ലോൺ, സഫീറ. ക്ലോൺ വന്നു. സൂര്യ. ഗ്രോൺ, കോൺ, സൂര്യ. ഡ്രോൺ. യെസ്, ഞാൻ മനുഷ്യ ശരീരത്തിലുള്ളതായിട്ടും ഉദ്ദേശിച്ചത്. ബ്ലോൺ. യെസ്. ഓക്കെ കൃഷ്ണ, ഞാൻ ഉദ്ദേശിച്ചത് അതായിരുന്നു ബോൺ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, കറക്റ്റ് ആണ് സൂര്യ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് WIFE, വൈഫ്. വൈഫ്. ലൈഫ്, നൈഫ്, കറക്റ്റ്. ലൈഫ്, നൈഫ്, കറക്റ്റ്. ഇനി ആരെങ്കിലും? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ലൈഫ്, ഓക്കെ ഓക്കെ. ലൈഫാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്, അത് കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് KING, കിങ്. കിങ്. വിൻ, ആസിഫ്. ആസിഫിനെ തന്നെ വിളിച്ചിട്ടായിട്ടോ. ത്യാഗരാജൻ, സിംഗ്. വിൻ. യെസ്, സിംഗ്, റിംഗ്. ഓക്കെ. സഫീറ, കൃഷ്ണ. സ്വിംഗ്, ഓക്കെ. സൗമ്യ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ ആണ്. യെസ്, ബ്രിങ്, ഓക്കെ. സഫീറ, കറക്റ്റ് ആണ്. അടുത്തത് ടെന്റ്, TENT, ടെന്റ്. TENT, ടെന്റ്. റെന്റ്, ഡെന്റ്. ആസിഫ് എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ബെൻഡ്, മെൻഡ്. ഓക്കെ 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 ഓക്കെ. സെൻഡ്, സനില, കൃഷ്ണ, കറക്റ്റ്. സെൻഡ്, സഫീറ. ബ്ലെൻഡ്, സൗമ്യ. സെൻഡ് വന്നു. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ടെന്റ് എന്നുള്ളതിന് അത് കറക്റ്റ് ആണ്. യെസ്, നെക്സ്റ്റ് വേർഡ് ടൈം, TIME, ടൈം. ടൈം, റൈമിംഗ് വേർഡ്. ലൈൻ, ഓക്കെ. ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് സൂര്യ. സ്ലൈം, ക്രൈം. ഓക്കെ. കൃഷ്ണ, ജസ്ന. റൈം. ഓക്കെ. സനില. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അടുത്തത് CLAY, ക്ലേ. CLAY, ക്ലേ. മൈൻ. ഓക്കെ സനില, ഇത് പുതിയ വേർഡ് ക്ലേ. CLA, പ്ലേ. ഓക്കെ ആസിഫ്, ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് പ്ലേ. കൃഷ്ണ, ഓക്കെ. അതിന് പ്ലേ വന്നു. കൃഷ്ണ, വേറെ മാറ്റി പിടിക്കും. ക്ലേ ആണ് ഞാൻ പറഞ്ഞത് സൗമ്യ. അതിന്റെ ഓക്കെ, ക്ലേ ഞാൻ പറഞ്ഞു. CLAY, ക്ലേ. ഇതിന്റെ റൈമിംഗ് വേർഡ്സ് കൊണ്ട് പറ്റേ. പേ, സഫീറ.
Pray. Jasna. Pray. Safira. Yes. Okay. Pray. Pray. P-R-E-Y ഉണ്ട്, P-R-A-Y ഉണ്ട്. Pray. Surya. Yes. അപ്പോ ഇന്നത്തെ ഓക്കെ സഫീറ, ഓക്കെ സൗമ്യ, ഗ്രേറ്റ്, ശരി. അപ്പൊ റൈമിംഗ് വേഴ്സ് എന്താ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ബുധനാഴ്ച വരെയല്ല ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ഒരു ക്ലാസ് കൂടി വരുമെന്ന് വിചാരിക്കാം. അപ്പോ വീണ്ടും നമുക്ക് കാണാം. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഇടങ്ങിയും പിടങ്ങിയും നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു, നിങ്ങളൊരു മറുപടി പറഞ്ഞു. വളരെ നല്ല രീതിയിൽ നമ്മൾ 6 മാസം പിന്നിട്ട് കഴിഞ്ഞു. യെസ്, അപ്പോ ഈ 6 മാസം നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനുള്ള നന്ദിയും കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. യെസ്, ലോകം ഉരുണ്ടതാണ്. വീണ്ടും നമ്മൾ എവിടെയെങ്കിലും വെച്ചൊക്കെ കണ്ടുമുട്ടും. യെസ്, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഓക്കെ 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 യെസ്, ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് വേറൊരു രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഇതിപ്പോ നമുക്ക് പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പേര് എന്ത് ചെയ്യും, വേണമെങ്കിൽ മതിയല്ലോ എന്ന് ചിന്ത വരും. അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ, നമുക്ക് കോൺവെക്കേഷൻ വരുമ്പോൾ കാണാൻ. ജസ്റ്റ് യെസ്, നാളെ ഇന്ന് കോൺവെക്കേഷൻ, കുട്ടികളുടെ കോൺവെക്കേഷൻ നാളെയാണ്. യെസ് യെസ്, അപ്പൊ നമുക്ക് വരുമ്പോ കാണാം. ഇനി എന്താ പറയാ, ഒരു നന്ദി വാക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയില് പറയൂ. കൃഷ്ണ, ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ചിലപ്പോൾ ഒരു ക്ലാസ് വരും, ചിലപ്പോൾ this will be our last class. Okay, ready? We will meet in the next class, inshallah. Okay. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഫീറ. ഓക്കെ സൗമ്യ.